ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ വിപണിയിൽ സമീപകാലത്തായി ഉണ്ടാകുന്ന ഭീമമായ നയപരമായ മാറ്റങ്ങൾ പ്രവാസി സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശികളുടെ, പ്രത്യേകിച്ച് മലയാളി പ്രൊഫഷണലുകളുടെ പ്രാഥമിക തൊഴിൽ കേന്ദ്രമായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനം നിർണായകമായ മറ്റൊരു മാറ്റിമറിക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വകാര്യ മേഖലയിലെ പ്രൊജക്ട് മാനേജ്മെന്റ് തസ്തികകളിൽ 70% സൗദിവൽക്കരണം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ വൻ പ്രഖ്യാപനം പ്രവാസി ലോകത്ത് വീണ്ടും ഒരു കനത്ത ആശങ്കയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ വൻകിട നിർമ്മാണ, അടിസ്ഥാന സൗകര്യ, വിവര സാങ്കേതിക വികസന മേഖലകളിൽ ഏറ്റവും സുപ്രധാന പങ്കുവഹിക്കുന്ന പ്രോജക്ട് മാനേജ്മെന്റ് രംഗത്തെ ഉയർന്ന പദവികളിൽ നിന്നാണ് വിദേശികൾക്ക് ഇനിയുള്ള നാളുകളിൽ നിർബന്ധമായും വഴിമാറി കൊടുക്കേണ്ടി വരുന്നത്. 2027 ഫെബ്രുവരി 14 മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്ന ഈ നിർണായക തീരുമാനം സൗദിയിലെ സ്വകാര്യ തൊഴിൽ രംഗത്ത് വലിയൊരു ഘടനാപരമായ മാറ്റത്തിന് അടിത്തറയിടുമെന്ന കാര്യം ഉറപ്പാണ്. നഗരസഭ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലും സഹകരണത്തിലുമാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ഈ ബൃഹത്തായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് മേഖലയിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് നേരിട്ട് ബാധകമായിരിക്കും. സൗദി സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒക്യുപ്പേഷൻസ് കൃത്യമായി തരംതിരിച്ചിട്ടുള്ള പ്രധാന പ്രൊഫഷണൽ തസ്തികകളെയാണ് ഈ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് ഡയറക്ടർ, പ്രൊജക്ട് മാനേജ്മെന്റ് എഞ്ചിനീയർ, പ്രൊജക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നീ സുപ്രധാന കോർപ്പറേറ്റ് പദവികളിലാണ് 70% സൗദി പൗരന്മാരെ നിർബന്ധമായും നിയമിക്കേണ്ടത്. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊത്തം പ്രൊജക്ട് മാനേജ്മെന്റ് ജീവനക്കാരിൽ 10ൽ 7 പേരും സൗദി പൗരന്മാരായിരിക്കണം എന്നത് സ്ഥാപന ഉടമകൾക്ക് മറികടക്കാനാകാത്ത വ്യവസ്ഥയായി മാറുകയാണ്. തീരുമാനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും സൗദിവൽക്കരണ അനുപാതം കണക്കാക്കുന്ന വിധം വ്യക്തമാക്കുന്നതിനുമായി മന്ത്രാലയം ഔദ്യോഗിക വെബ്സൈറ്റിൽ വിശദമായ മാർഗനിർദ്ദേശ ഗൈഡും പുറത്തിറക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കേവലം എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റി നിർത്തി വൈവിധ്യവൽക്കരിക്കാനും പ്രാദേശിക തൊഴിൽ വിപണിയെ ശക്തമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള വിഷൻ 2030 പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിയോം, റെഡ് സീ പ്രോജക്റ്റ്, അതുപോലെ ഖിദിയ, ദീരിയ തുടങ്ങിയ ഭീമൻ വിഷൻ പദ്ധതികൾ രാജ്യത്ത് ദ്രുതഗതിയിൽ പുരോഗതി ഉണ്ടാക്കുമ്പോൾ ഇത്തരം വൻകിട പ്രോജക്റ്റുകളുടെ തലപ്പത്ത് തദ്ദേശീയരായ യുവതി യുവാക്കൾ തന്നെ വേണമെന്ന നിർബന്ധം ഭരണകൂടത്തിനുണ്ട്. മുൻകാലങ്ങളിൽ റീറ്റെയിൽ സെയിൽസ്, ഡ്രൈവിംഗ്, ക്ലിനിക്കൽ തസ്തികകൾ പോലെയുള്ള സാധാരണ തൊഴിലുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന നിതാഖത്ത് അഥവാ സൗദിവൽക്കരണ നയം ഇപ്പോൾ ഉയർന്ന ബിരുദവും തൊഴിൽ പരിചയവും ആവശ്യമായ വിദഗ്ധ മേഖലകളിലേക്ക് വേഗത്തിൽ വിപുലീകരിക്കപ്പെടുകയാണ്. തദ്ദേശീയരായ തൊഴിലന്വേഷകർക്ക് ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ വിപണിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലേബർ മാർക്കറ്റ് സ്ട്രാറ്റജിയിലൂടെ സൗദി സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സമീപകാലത്തായി വിവിധ സാങ്കേതിക പ്രൊഫഷണൽ മേഖലകളിൽ സൗദി സർക്കാർ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണ പരമ്പരയുടെ ഏറ്റവും പുതിയ അധ്യായമാണിത്. ഇതിനു മുമ്പ് പ്രൊക്യൂർമെന്റ്, പർച്ചേസ് തുടങ്ങിയ തന്ത്രപ്രധാന തസ്തികകളിൽ 70%, എഞ്ചിനീയറിംഗ് തസ്തികകളിൽ 30%, മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ 60% സൗദിവൽക്കരണം മന്ത്രാലയം വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ നിയമിക്കപ്പെടുന്ന സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 8000 സൗദി റിയാൽ മാസശമ്പളം നിശ്ചയിക്കുകയും സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ ഔദ്യോഗിക അംഗീകാരം നിർബന്ധിതമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങൾ നിതാഖത്ത് സിസ്റ്റത്തിൽ ഒരു സൗദി പൗരന്റെ സാന്നിധ്യം പൂർണ്ണമായി കണക്കാക്കണമെങ്കിൽ കുറഞ്ഞ ശമ്പളം 4000 റിയാലിൽ കുറയരുത് എന്ന നിബന്ധനയും നിലവിലുണ്ട്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. കേവലം സാധാരണ തസ്തികകൾ മാത്രമല്ല, പ്രൊഫഷണൽ വൈദഗ്ധ്യവും ഉന്നത മാനേജ്മെന്റ് അധികാരവുമുള്ള കോർപ്പറേറ്റ് പദവികളും സ്വദേശികൾക്കായി ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി സൗദിയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും പ്രമുഖ മൾട്ടിനാഷണൽ സ്ഥാപനങ്ങളിലും ഉന്നത മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ തിളങ്ങി നിന്നിരുന്നവരാണ് മലയാളി എഞ്ചിനീയർമാരും പ്രോജക്ട് മാനേജർമാരും. കമ്പനികളുടെ നയരൂപീകരണത്തിലും വൻകിട പ്രോജക്റ്റുകളുടെ സമയബന്ധിതമായ നടത്തിപ്പിലും നിർണായക പങ്കുവഹിച്ച ഈ മലയാളി പ്രൊഫഷണലുകൾക്ക് പുതിയ തീരുമാനം കനത്ത പ്രഹരമാണ് നൽകുന്നത്. ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഈ പുതിയ നിയന്ത്രണങ്ങളോടെ തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കുറഞ്ഞ ആനുകൂല്യങ്ങളുള്ള താഴ്ന്ന തസ്തികകളിലേക്ക് ഇറങ്ങി വരാനോ ഉള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. കൂടാതെ നാട്ടിൽ നിന്നും പുതിയതായി ഉയർന്ന മാനേജ്മെന്റ് തസ്തികകളിലേക്ക് വിസ ലഭിച്ച് സൗദിയിലേക്ക് വരാൻ കൊതിക്കുന്ന പുതിയ തലമുറ പ്രൊഫഷണലുകളുടെ പ്രതീക്ഷകൾക്കും ഈ തീരുമാനം വലിയ മങ്ങലേൽപ്പിക്കും. ഉയർന്ന മാസശമ്പളവും മറ്റ് കോർപ്പറേറ്റ് ആനുകൂല്യങ്ങളുമുള്ള പദവികൾ നഷ്ടമാകുന്നത് പ്രവാസി കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും കേരളത്തിലേക്കുള്ള പ്രവാസി പണമയക്കലിനെയും വലിയ അളവിൽ പിന്നോട്ടടിക്കും. ഈ തീരുമാനം പ്രവാസികളെ മാത്രമല്ല സ്വകാര്യ മേഖലയിലെ കമ്പനി ഉടമകളെയും വലിയ സാങ്കേതിക ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് പോലെയുള്ള അതീവ പ്രായോഗിക പരിചയവും സാങ്കേതിക തികവും ആവശ്യമായ ഉയർന്ന തസ്തികകളിൽ ആവശ്യത്തിന് തദ്ദേശീയരായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ പെട്ടെന്ന് കണ്ടെത്തുക എന്നത് പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എളുപ്പമല്ല. PNB തുടങ്ങിയ അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനുകളുള്ള സ്വദേശി പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനായി ഉയർന്ന ശമ്പള പാക്കേജുകൾ നൽകേണ്ടി വരുന്നത് ചെറിയ സ്ഥാപനങ്ങൾക്ക് കനത്ത സാമ്പത്തിക ഭാരമായി മാറുകയും ചെയ്യും. എന്നാൽ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പോർട്ടലുകളായ ഖിവ, ഗോസി, മുദാദ് എന്നിവ വഴി വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലൂടെ കൃത്യമായി സാമ്പത്തിക പരിശോധനകൾ നടക്കുന്നതിനാൽ കൃത്രിമ നിയമനങ്ങൾ നടത്താൻ സ്ഥാപനങ്ങൾക്കാവില്ല. നിശ്ചിത സമയപരിധിക്കുള്ളിൽ 70% സൗദിവൽക്കരണം പൂർത്തിയാകാത്ത സ്ഥാപനങ്ങൾക്ക് നിഗാകത്ത് റെഡ് കാറ്റഗറിയിലേക്ക് തള്ളപ്പെടുകയും അവരുടെ വിസ പുതുക്കൽ, ജീവനക്കാരുടെ സ്പോൺസർഷിപ്പ് മാറ്റം തുടങ്ങിയ സേവനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യും. സൗദി അറേബ്യയിൽ മാത്രമല്ല, UAE-യിലെ എമിറേറ്റൈസേഷൻ, ഒമാനിലെ ഒമാനൈസേഷൻ തുടങ്ങിയ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലുടനീളം സ്വദേശിവൽക്കരണ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് തൊഴിൽ വിപണികൾ പ്രവാസികൾക്ക് നൽകുന്ന അപായ സൂചന വളരെ വ്യക്തമാണ്. പരമ്പരാഗത തൊഴിൽ മികവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതീവ സാങ്കേതിക വിദ്യയും സവിശേഷമായ നൈപുണ്യവും വെച്ചു പുലർത്തുന്നവർക്ക് മാത്രമേ ഇനി പുതിയ ഗൾഫ് തൊഴിൽ അന്തരീക്ഷത്തിൽ അതിജീവിക്കാനാകൂ. 70% സ്വദേശിവൽക്കരണം നിലവിൽ വരുമ്പോഴും ബാക്കി 30% അവസരങ്ങൾ അത്യന്തം മികവുറ്റ പ്രവാസി വിദഗ്ധർക്കായി തുറന്നു കിടക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. കൃത്രിമ ബുദ്ധി, ഡേറ്റ അനലറ്റിക്സ്, ഡിജിറ്റൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടുകയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പുതിയ യോഗ്യതകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്ന പ്രവാസികൾക്ക് ഇനിയും വിപണിയിൽ സ്ഥാനമുണ്ടാകും. എങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തദ്ദേശീയരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പ്രവാസ ലോകം കൂടുതൽ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയും സ്വന്തം കരിയറും ഭാവി പദ്ധതികളും പുനഃക്രമീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.